മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർമാരുടെ നിയമനത്തിൽ കർശനമായ മാർഗനിർദ്ദേശങ്ങളുമായി ഗതാഗത വകുപ്പ്. മദ്യപിച്ച് വാഹനമോടിച്ചതിനോ അമിത വേഗത്തിൽ വാഹനമോടിച്ചതിനോ ഒരിക്കലെങ്കിലും ശിക്ഷിക്കപ്പെട്ടവരെ സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർമാരാക്കരുതെന്ന് ഗതാഗത വകുപ്പ് സർക്കുലർ ഇറക്കി. മോട്ടോർ വാഹന വകുപ്പിന്റെ നിയമനങ്ങൾ പാലിക്കാതെ വർഷത്തിൽ 2 പ്രാവശ്യത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെട്ടവരെയും ഡ്രൈവറായി നിയോഗിക്കരുതെന്ന് പുതുക്കിയ നിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട്. കർശനമായ നിലപാടുമാണ് സംസ്ഥാനത്ത് ഗതാഗത വകുപ്പ് രംഗത്ത് വരുന്നത്. പ്രത്യേകിച്ച് ഈ സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർമാരായി നിയമിക്കപ്പെടുന്നവർ പലപ്പോഴും മദ്യപിക്കുന്നതായും അമിത അപകടങ്ങൾ ഉണ്ടാക്കുന്നതും അമിത വേഗത്തിൽ വാഹനം ഓടിക്കുന്നു തുടങ്ങിയ പരാതികൾ നിരവധിയായി ഉണ്ടായിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഈ സർക്കുലർ. വിനോദ് നമുക്കൊപ്പം ചേരുന്നു. വിനോദ്, വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് സ്കൂൾ തുറക്കുന്ന സമയത്ത് ഗതാഗത വകുപ്പിന്റെ ഈ സർക്കുലർ അത് കർശനമായി നടപ്പിലാക്കാൻ അത്തരം നിർദ്ദേശമാണോ നൽകിയിരിക്കുന്നത്? സൈത്ത് കർശനമായ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഗതാഗത വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. സ്കൂൾ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ അത്ര കണ്ട് ശ്രദ്ധയോടുകൂടി വാഹനങ്ങൾ ഓടിക്കണം, അങ്ങനെ ഒരു ലക്ഷ്യം മുൻനിർത്തി തന്നെയാണ് ഈ സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. മദ്യപിച്ചോ അമിത വേഗത്തിലോ വാഹനം ഓടിച്ച് ശിക്ഷിക്കപ്പെട്ടവരെ സ്കൂൾ വാഹനങ്ങൾ ഓടിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് സർക്കുലറിൽ പറയുന്നു. അതോടൊപ്പം തന്നെ ഈ സിഗ്നലുകൾ ലംഘിക്കുക, ലൈനുകൾ ക്രോസ് ചെയ്ത് പോവുക, അത്തരത്തിൽ അലക്ഷ്യമായ ഡ്രൈവിംഗ്, അത് വർഷത്തിൽ 2 തവണയെങ്കിലും അങ്ങനെ പിടിക്കപ്പെട്ടവർ, ആ തരത്തിൽ നടപടിക്ക് വിധേയരായവർ, അവരെ ഈ സ്കൂൾ വാഹനങ്ങൾ ഓടിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശത്തിൽ പറയുന്നു. ഇവരുടെ ഡ്രസ് കോഡും കൃത്യമായി പറയുന്നുണ്ട്. സ്കൂൾ വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകൾ അവർ വെള്ള നിറത്തിലെ ഷർട്ടും അതോടൊപ്പം തന്നെ കറുത്ത നിറത്തിലെ പാൻറ്റുമാണ് ധരിക്കേണ്ടത്. മറ്റ് പബ്ലിക് സ്കൂളുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ളവർ കാക്കി വസ്ത്രമാണ് ധരിക്കേണ്ടത്. മാത്രവുമല്ല, ഈ പലപ്പോഴും സ്കൂൾ വിദ്യാർത്ഥികളെ ബസ്സിൽ നിന്ന് ഇറക്കി വിടുന്നത്, സ്ഥലം മാറി ഇറക്കി വിടുന്ന പ്രവണതകൾ ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾ അമ്പരന്ന് അല്ലെങ്കിൽ കുട്ടികൾ ഭയപ്പാടിലാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുട്ടികളെ മറ്റിടങ്ങളിൽ അവർക്ക് ഇറങ്ങേണ്ട സ്ഥലങ്ങളിലല്ല സ്റ്റോപ്പ് മാറ്റി ഇറക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലിസ്റ്റ് ഈ ബസ്സിൽ പ്രദർശിപ്പിക്കണം. കുട്ടിയുടെ പേര്, ഇറങ്ങേണ്ട സ്ഥലം, രക്ഷിതാവിൻ്റെ പേര്, ഫോൺ നമ്പർ, മറ്റ് സ്കൂളിലെ വിവരങ്ങൾ, ഇതെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ അത് ബസ്സിനുള്ളിൽ തന്നെ പ്രദർശിപ്പിച്ച് ഓരോ കുട്ടിയും ഇറങ്ങേണ്ട സ്ഥലങ്ങൾ ഏതാണ്, ഓരോ കുട്ടിക്കും ഇറങ്ങേണ്ട സ്ഥലം ഏതാണെന്ന് കൃത്യമായി ഈ ലിസ്റ്റ് നോക്കി ആ ബസ്സിലെ ആയമാർ കാര്യങ്ങൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ ആ ബസ്സിൽ ആരാണോ ക്ലീനറായി ഉള്ളത് അവർ കൃത്യമായി ഈ ഓർഡർ നോക്കി അതിൻ്റെ ലിസ്റ്റ് നോക്കി വേണം കുഞ്ഞുങ്ങളെ പുറത്തിറക്കേണ്ടത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ. നമുക്കറിയാം, തിരുവനന്തപുരം കരിക്കകത്ത് ഒരിക്കൽ സ്കൂൾ ബസ് പാർവതി പുത്തനാറിലേക്ക് മറിഞ്ഞ ഒരു സംഭവം, അത് തിരുവനന്തപുരത്തേത് മാത്രമാണ്. അങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വാഹന അപകടങ്ങൾ, പലപ്പോഴും സ്കൂൾ ബസ്സുകളോ വാനുകളോ അപകടത്തിൽപ്പെടുന്ന സാഹചര്യങ്ങൾ, ഇതെല്ലാം തന്നെ വലിയ വേദനയായി അവശേഷിക്കുന്നൊരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ, സ്കൂളിലെ കുഞ്ഞുങ്ങളുടെ സുരക്ഷ മുൻനിർത്തി മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒരു നിർദ്ദേശം, അത് കാര്യമായി ഗൗരവത്തോടുകൂടി പാലിക്കണമെന്ന് സ്കൂളുകൾക്കുള്ള നിർദ്ദേശമായി നൽകിയിരിക്കുന്നത്. സൈത്ത്, അതാണ് ഗതാഗത വകുപ്പ് കർശന നിർദ്ദേശം പുറത്തിറക്കുന്നു. സ്കൂൾ ബസ്സുകളുടെ ഡ്രൈവർമാരായി നിയമിക്കപ്പെടുന്നവർ നിശ്ചിതമായ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിച്ചിരിക്കുന്നവരാവണം. മദ്യപിച്ചവരെ വാഹനം ഓടിക്കാൻ അനുവദിക്കരുത്. ഒപ്പം തുടർച്ചയായി കേസുകളിൽ പെടുന്നവരെ നിയമിക്കരുത്. അങ്ങനെ കർശനമായ നിർദ്ദേശങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു നിർദ്ദേശം വന്നിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ